ഹലോ എവ്രി വൺ, വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായിട്ട് ഞാൻ ഈ ചാനലിൽ വീഡിയോസും അങ്ങനെ റിയാക്ഷൻസ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാരണം സമയം കിട്ടുന്നില്ല, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം സ്ക്രിപ്റ്റ് എഴുതാനുള്ള മടിയൊക്കെ കൊണ്ടൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഒലീവിയ ഡിസൈൻസുമായിട്ടുള്ളൊരു വിവാദത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ കണ്ടോയെന്ന് ചോദിച്ചിട്ട് എനിക്കൊരു റിയാക്ഷൻ വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ കാണുന്നതിനും എനിക്ക് തോന്നി എന്താണ് ഈ വിഷയത്തിൽ ഒലീവിയ ഡിസൈൻസിന് പറയാനുള്ളത് എന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇവരുടെ ചാനലിൽ ചെന്നപ്പോൾ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും റിയാക്ഷൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുമാത്രമല്ല, ആ വീഡിയോ കണ്ടതോടെ എനിക്ക് മനസ്സിലായി ഈ പറയുന്ന ആരോപണങ്ങളിലൊക്കെ എന്തൊക്കെയോ കഴമ്പുണ്ട്. അത് മനസ്സിലാക്കാൻ വേറെ എങ്ങും പോകണ്ട, ഈ വീഡിയോ കണ്ടാൽ മാത്രം മതി. ഇപ്പം ഞാൻ എന്തായാലും ആ വീഡിയോയുടെ ലിങ്കൊന്നും ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പോകുന്നില്ല. ആ വീഡിയോയുടെ ക്ലിപ്സ് ഈ വീഡിയോയുടെ ഭാഗമായിട്ട് ഇടുന്നുമില്ല. നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ പോയിട്ട് ആ വീഡിയോ കാണാവുന്നതാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ കുറച്ച് പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 10-20 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 10-20 പോയിൻറ്റ്സ് കേട്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട, ഞാനെല്ലാം ടപ്പേ എന്ന് പറഞ്ഞ് തീർക്കും. അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ ഓൺ ഒലിവിയ ഡിസൈൻസ്. ഈ ഒലിവിയ ഡിസൈൻസിലെ സംഭവം തുടങ്ങുന്നത് തന്നെ അവർ പറയുന്നത് ഇവർക്കെതിരെ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനൊരു റീസണായിട്ട് പറയുന്നത് അതിൽ പോസിറ്റീവായിട്ട് വന്ന കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്തു, നെഗറ്റീവായ കമൻറ്റ്സ് മാത്രം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഒരു കോക്കസ് ഇവരുടെ ബിസിനസ് തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. എനിക്കെൻ്റെ അടിസ്ഥാനം അങ്ങോട്ട് മനസ്സിലായില്ല. ഒരു എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യത്തിൽ വന്ന വിഷയത്തിലെ കമൻസുകൾ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുന്നത്? നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ടെന്നാണ് ആ വീഡിയോയിൽ തന്നെ നിങ്ങൾ പറയുന്നത്. പിന്നെ ഒരു കസ്റ്റമേഴ്സും ഈ എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം നോക്കിയിട്ടല്ല ഒരു സാധനം മേടിക്കുന്നത്. ഇപ്പോൾ ആമസോണിൽ നിന്ന് എനിക്കൊരു സാധനം മേടിക്കണമെങ്കിൽ ഞാൻ ഉടൻ തന്നെ ഈ ഗ്ലാസ് സ്റ്റോറിലാണ് നമ്മൾ ഈ എംപ്ലോയീസിനെ കുറിച്ചുള്ള റിവ്യൂസൊക്കെ വരുന്നൊരു വെബ്സൈറ്റാണ് ഗ്ലാസ് സ്റ്റോർ എന്ന് പറയുന്നത്. ഗ്ലാസ് സ്റ്റോറിൽ ആമസോണിലെ എംപ്ലോയീസ് എന്താ പറഞ്ഞത് നോക്കിയിട്ടാണോ നമ്മൾ ആമസോണിൽ നിന്നൊരു സാധനം മേടിക്കുന്നത്? പറയുന്നതിൻ്റെയൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? ഇനി അവർ പറയുന്നത് ഈ പോസിറ്റീവ് കമൻറ്റ്സ് മാത്രം ഡിലീറ്റ് ചെയ്ത് നെഗറ്റീവ് കമൻറ്റ്സ് വെച്ചിരിക്കുന്നതാണ്. ശരി, അങ്ങനെ ചെയ്തെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സും പിന്നെ നിങ്ങളുടെ ഭയങ്കര നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന, നിങ്ങളോട്ട് ഓണത്തിന് പോലും ഞങ്ങളെ വീട്ടിൽ വിടല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, അവരൊക്കെ പോസിറ്റീവ് റിവ്യൂസ് തരില്ലേ? ഈ വീഡിയോസ് ഇടുമ്പോൾ എന്തിനാണ് നിങ്ങൾ കമൻറ്റ്സ് ഡിസേബിൾ ചെയ്ത് വെച്ചത്? അത് എനേബിൾ ചെയ്ത് വെച്ചിട്ട് ഈ പറയുന്ന ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിൻ്റെ എംപ്ലോയീസിനെ കൊണ്ട് റിവ്യൂസ് ഇട്ടിരുന്നെങ്കിൽ അതൊക്കെ കാണാമായിരുന്നില്ല ഞങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ കമൻറ്റ്സ് ഡിസേബിൾ ചെയ്തതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അല്ലേ? നിങ്ങൾക്ക് വളരെ ഡെമോക്രാറ്റിക്കായിട്ട് പോസിറ്റീവ് നെഗറ്റീവായിട്ട് കമൻറ്റ്സ് വരട്ടെ, പോസിറ്റീവായ കമൻറ്റ്സ് ഞങ്ങളുടെ രീതിക്ക് ഉപയോഗിക്കാം എന്ന് നിങ്ങൾക്ക് വിചാരിക്കാമായിരുന്നില്ലേ? അപ്പോൾ ചുമ്മാ ഒരു ലോജിക്കില്ലാത്ത കാര്യം പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങരുത്. ഈ കാണാൻ വരുന്നതിൻ്റെ മനസ്സങ്ങോട്ട് കിട്ടുവും. ഇനി അടുത്തത് ഒരു കോൾ റെക്കോർഡിംഗ് ആണ് കേട്ടോ കേൾപ്പിക്കുന്നത്. അതായത് ഈ ആരോപണം ഉന്നയിച്ച കൺമണിയെ ഒലിവിയയിലെ ഒരു സ്റ്റാഫ് വിളിക്കുന്ന കോള്, അതിൻ്റെ കോൾ റെക്കോർഡിംഗാണ് കേൾപ്പിച്ചു തരുന്നത്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഒരു വളരെ പേഴ്സണലായ കോള് നിങ്ങൾ എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്? ബിസിനസ് കോൾസ് ഓക്കെ, നിങ്ങൾക്ക് വരുന്ന ഓർഡേഴ്സിൻ്റെ കോൾ റെക്കോർഡ് ചെയ്യാം, കാരണം അതിൻ്റെ ഓർഡർ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നീട് റെഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് റെക്കോർഡ് ചെയ്യാം. എന്തിനാണ് ഒരു പേഴ്സണൽ കോൾ ഒലിവിയ ഡിസൈൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്? ഈ കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഒരാളുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ആൻഡ്രോയിഡ് ഐഫോൺ ഡിവൈസസിലൊക്കെ കോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുകയാണെന്ന് പറയുന്നൊരു നോട്ടിഫിക്കേഷൻ വോയിസ് ആയിട്ട് തന്നെ കോളിന് മുമ്പ് മറ്റയാൾക്ക് കേൾക്കാൻ കഴിയും. ദിസ് കോൾ ഈസ് ഗെറ്റിംഗ് റെക്കോർഡഡ് എന്ന് പറഞ്ഞിട്ട്. അത് ഒരു വ്യക്തിയുടെ പ്രൈവസിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. അതിലേക്ക് എങ്ങനെയാണ് ഒലിവിയ ഡിസൈൻസിന് ബ്രീച്ച് ചെയ്യാൻ കഴിയുന്നത്? പോട്ടെ, ആ കോള് ആരും പറഞ്ഞിട്ട് വിളിച്ചതല്ല, സ്വന്തം ഇഷ്ടത്തല എംപ്ലോയി വിളിച്ചാണെന്ന് തന്നെ വിചാരിക്കും. ആ കോളിൽ പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, മോളെ നിങ്ങളിതായിട്ട് മുന്നോട്ടൊന്നും പോകല്ലേ, ഇവരൊക്കെ ഭയങ്കര ഹോൾഡുള്ള ആൾക്കാരായി ഏതറ്റം വരെയും പോകും. നൈസായിട്ടൊരു ഭീഷണി അല്ലേ? ആ പെണ്ണെങ്ങനെ നിർത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ കോൾ റെക്കോർഡിങ് തന്നെ നിങ്ങൾക്കെതിരെയുള്ള ഒരു സാക്ഷിയാണ്. നിങ്ങളുടെ വളരെ ലോയലായിട്ടുള്ളൊരു എംപ്ലോയി അവിടെ നിന്ന് വിട്ടുപോയ ഒരു എംപ്ലോയി വിളിച്ചിട്ട് പറയുകയാണ് വളരെ ഹോൾഡുള്ള ആൾക്കാരാണ് ഏതറ്റം വരെയും പോകുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള കാര്യം കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡായി അതിനകത്ത്. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്,
നിങ്ങൾ അവിടെ പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ആരോപണത്തിൻ്റെ മറുപടിയാണ്. പ്രധാനമായിട്ടും ജാതി മത അടിസ്ഥാനത്തിൽ പിന്നെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് അവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിനുള്ള നിങ്ങളുടെ മറുപടിയാണ്. ആദ്യത്തേത് ജാതി മതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾ പറയുന്നത്, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾക്കാരെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങളുടെ മുന്നത്തെ മാനേജർ ആ കമ്മ്യൂണിറ്റി എന്നുള്ള ആളായിരുന്നല്ലോ, അയാളിപ്പോഴും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. ഇതൊക്കെയാണ് ഒരു മറുപടി. ഇതിനൊക്കെ നിങ്ങൾ വസ്തുതാപരമായിട്ടുള്ള ഒരു മറുപടിയല്ലേ കൊടുക്കേണ്ടത്. നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് സ്ട്രെങ്ത് എത്രയാണ്, അതിലെത്ര പെർസെൻറ്റേജ് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഉണ്ട് എന്നൊക്കെയല്ലേ നമ്മൾ മറുപടി പറയേണ്ടത്. അല്ലാതെ ഒരാൾക്ക് ഞങ്ങൾ പണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ ഇതിനങ്ങനെ പറയണമെന്നൊക്കെ ചോദിക്കുന്നത് ഒരുമാതിരി ഈ പിള്ളേർ കളി പോലെ എന്നൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബയോഡാറ്റ ഫോമിൽ 2 ഫീൽഡുണ്ട്, 2 കോളം ഉണ്ട്. അതിനാണ് ഈ പറയുന്നത് ജാതി മതവും. നിങ്ങളെന്തിനാണ് ജാതി മതവും ചോദിക്കുന്നത്? എനിക്കത് മനസ്സിലായല്ലോ ഏരിയ. കാരണം വെച്ചാൽ നിങ്ങളവിടെ ഇങ്ങനെ ജാതി മതം 2 കോളം പറഞ്ഞു നിൽക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനാണ്. അതുകൊണ്ട് എനിക്കും മനസ്സിലായില്ല നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് അവിടെ. ഇനി നിങ്ങളുടെ ബയോഡാറ്റ ഫോമിൽ ആ ഫീൽഡ് ഉണ്ടെങ്കിൽ എൻ്റെ ചോദ്യം ഏതാണ്, നിങ്ങൾക്ക് എന്തിനാണ് ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിൻ്റെ ജാതി മതവും അറിയേണ്ട ആവശ്യം? നിങ്ങളതിനെ റിലേറ്റ് ചെയ്ത് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനാണ്. ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്താൻ ജാതി മതം അറിയുന്നത് എന്തിനാണെന്നേ? അവിടെ ഉപയോഗിച്ച വാക്ക് വളരെ പ്രൊഫഷണലായ വാക്കാണ് കേട്ടോ. എൻ്റെ കമ്പനിയിലേക്ക് വരുന്നത് വല്ല തല്ലിയിട്ടാണോ കൊന്നിട്ടാണോ വരുന്നത് ഞാൻ അറിയണ്ടേ? എന്ത് ഭാഷയാണോ ഇത്? ഒരു ഓൻ്റർപ്രണറുടെ ഭാഷയാണത്. ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനെ കുറിച്ച് പറയേണ്ട ഭാഷയാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളൊക്കെ പല കമ്പനിയിലും ജോലി ചെയ്തിട്ടുണ്ടെന്നേ. അവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അവിടെയൊന്നും നമ്മളടുത്ത് ജാതി മതം നോക്കിയിട്ടൊന്നുമല്ല വെരിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. നിങ്ങളെന്താ വിചാരിക്കുന്ന ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ ക്രിമിനൽസ് ആണെന്നോ? എനിക്ക് മനസ്സിലായില്ല, അതാ ചോദിക്കുന്നത്. ഈ നിറത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. അതിലേക്ക് വരുമ്പോഴേക്കും ഇവരുടെ കമ്പനിയിലേക്ക് ജോലി അപ്ലൈ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക നമ്പറിലേക്ക് ജോബ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണം. അപ്പോൾ അതിന് എന്തോ റിപ്ലൈ വരുന്നതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരു വോയിസ് നോട്ട് കേൾപ്പിച്ചു. അവർക്ക് കിട്ടുന്നൊരു വോയിസ് റിപ്ലൈ ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കേൾപ്പിക്കുകയാണ്. ആ വോയിസ് റിപ്ലൈയിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ വാക്ചാതുര്യം. എന്താ മുന്നേ ലുക്ക്? എന്താ നിങ്ങൾ ലുക്കെന്ന് ഉദ്ദേശിച്ചത്? എന്നിട്ട് നിങ്ങൾ നേരെ പോയി പിടിക്കുന്നത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചാണ്. അത് ഡ്രസ് കോഡാണ് ലുക്സ് അല്ല എന്നിട്ട് പറയാണ് അവരൊക്കെ നല്ല ടക്കിൻ ചെയ്ത് പെർഫ്യൂമൊക്കെ അടിച്ച് പോകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ലുക്കെന്ന് പറഞ്ഞത്. വല്ലാത്ത ന്യായീകരണം കേട്ടാ. പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കാതല്ല. ഉടൻ തന്നെ പിന്നെ ഒരു സെൻറ്റിമെൻ്റൽ സീനാണ്. ഈ സീനിൽ നമ്മൾ കരഞ്ഞു പോകും, ഉറപ്പായിട്ടും കരഞ്ഞു പോകും. ഭവതി നേരെ നമ്മളുടെ ഒരു പ്രയർ റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ യേശു ക്രിസ്തുവിൻ്റെ പടമുണ്ട്, ഒരു ബൈബിൾ ഇരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ചെന്ന് നിന്നിട്ട് മറ്റേ അനിയത്തിപ്രാവിലെ ശാലിനി ചെയ്യുന്ന പോലെ കർത്താവാണ്, എൻ്റെ അമ്മച്ചിയാണ്, എൻ്റെ ഇച്ഛായന്മാരാണ് എന്ന് പറഞ്ഞിട്ടൊരു സത്യം ചെയ്യലൊക്കെ ഉണ്ട്. സത്യം ചെയ്യേണ്ടത് നമുക്ക് 1,00,000 രൂപ ഓഫർ ചെയ്യും. അവിടെ പറയുന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ സ്ഥാപനത്തിൽ കറുത്ത പെൺകുട്ടികളില്ല എന്ന് തെളിയിച്ചാൽ. ലുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളെങ്ങനെയാണ് കറുത്തയിലേക്ക് നേരെ പോയത്? എൻ്റെ സ്ഥാപനത്തിൽ വെളുത്ത കുട്ടികളും കറുത്ത കുട്ടികളും ഉണ്ടത്രേ. അവിടെ തന്നെ ഡിസ്ക്രിമിനേഷൻ നടന്നു കഴിഞ്ഞു അച്ചു. അത് പറഞ്ഞതോടെ നിങ്ങളുടെ മനസ്സിലുള്ള ഡിസ്ക്രിമിനേഷൻ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പുറകെ ഈ സത്യം ചെയ്ത് എന്ത് പ്രഹസനമാണ് സജി. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടവരുണ്ട്, കാരണം നിങ്ങൾ ഒരുപാട് പ്രഹസനം നടത്തിയിട്ടുണ്ട് ഇതിനകത്ത്. അടുത്തിലേക്ക് പോവാം. അടുത്തതൊരു രസകരമായ ഇൻ്റർവ്യൂ ആണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇവർ ഇൻ്റർവ്യൂ കോൾ വെക്കുന്നു. ഒരു 50 പേരാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവർ കാണുന്നത് ഒരു 3 കല്യാണത്തിനുള്ള ആൾക്കാരാണ്. 3 കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ട്രെൻഡൊക്കെ വെച്ചിട്ട് ഒരു 1000, 1500, 2000 വരെയൊക്കെ പോകാം. 1000 പിടി, 1000 പോട്ടെ, 500 പിടി. 3 കല്യാണത്തിൻ്റെ ഒരു 1500 പിടിക്ക്. ഒരു 1500 പേര് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ പ്രതീക്ഷിച്ചത് 50 പേരെയാണ്. അപ്പോൾ ഇത്രയും പേര് എങ്ങനെ ഇൻ്റർവ്യൂ എന്നറിയാതെ ഇവരൊരു ആശയം കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഈ ആശയം പറഞ്ഞു തരുന്ന ആളെ എനിക്കൊന്ന് കാണണം കേട്ടോ. അയാളാണ് നിങ്ങൾ ഉപദേശിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കംപ്ലൈൻ്റൊക്കെ 100% ശരിയാണ്. ആശയം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. വളരെ രസകരമായ ആശയമാണ്. ഈ ഇൻ്റർവ്യൂ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഇവരെയൊന്ന് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ,
ഞങ്ങളുടെ ഈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ 5000 രൂപയ്ക്ക് നിങ്ങളിപ്പോൾ പ്രൊഡക്ട്സ് വാങ്ങിക്കോളൂ, ഒരു 100 രൂപ ഡിസ്കൗണ്ട് ഇട്ടിട്ട് ഞങ്ങൾ ഓരോ ഐറ്റത്തിന് തരാം, എന്നിട്ട് നിങ്ങൾ ഇത് കൊണ്ടുപോയി വിറ്റിട്ട് ആ 100 രൂപയുടെ ലാഭം എടുത്തോളൂ. ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ആൾക്കാരോട് പറയുക. ഞാൻ 2004 ആദ്യമായിട്ടൊരു വോക്കിൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അത് GEയുടെ ഇൻ്റർവ്യൂ ആണ്, ജനറൽ ഇലക്ട്രോണിക്സ് ഇൻ്റർവ്യൂ ആയിരുന്നു. മൂന്നൊന്നും അല്ല കേട്ടോ, ഇവരുടെ ഭാഷയിൽ പറഞ്ഞൊരു 10 കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നിരിക്കുന്ന ആൾക്കാർ പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു 5000 രൂപയ്ക്ക് ഇവിടെ ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് നിങ്ങൾ വിറ്റ് ലാഭം എടുത്തതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എൻ്റെ പൊന്നോ, ഇതുപോലൊരു ഇൻ്റർവ്യൂ റൗണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ 100 രൂപ 200 രൂപ വണ്ടിക്കാശൊക്കെ ഒപ്പിച്ച് ഇൻ്റർവ്യൂവിന് വരുന്നവനോട് 5000 രൂപ സാധനം മേടിച്ചുകൊണ്ട് പോയിക്കോളെ. ഇനി അവരുടെ മഹാമനസ്കത കൊണ്ട് പറഞ്ഞതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മഹാമനസ്കയുടെ വില എത്ര ഒന്ന് കൂട്ടി നോക്കാം. 1450 നമ്മുടെ കല്യാണത്തിൻ്റെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. 3 കല്യാണത്തിന് 500 പേര് വെച്ച് 1500 പേര്, അതിൽ 50 പേര് വരെ എക്സ്പെക്റ്റ് ചെയ്ത ആൾക്കാരാണ്. ബാക്കി 1450 പേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. ഈ 1450 പറയാണ്, നിങ്ങളൊരു 5000 രൂപയ്ക്ക് സാധനങ്ങൾ എടുത്തോ. അപ്പോൾ ഇവരുടെ ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 499 രൂപയാണെന്ന് ഈ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. 499 എന്ന് പറയുമ്പോൾ 5000 രൂപ ഒരു 10 ഐറ്റം കിട്ടും. 10 ഐറ്റത്തിന് 100 വെച്ച് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഒരു 1000 രൂപ ഒരാൾക്ക്. അപ്പോൾ 1450 പേർക്ക് 14,50,000 രൂപ മഹാമനസ്കയായ ആശാൻ കൊടുക്കും. ഇങ്ങനെയുണ്ട്. ഇതുപോലെ ഇൻ്റർവ്യൂക്ക് എവിടെയെങ്കിലും ഉണ്ടോ? ഒരു ഇൻ്റർവ്യൂവിന് വന്നതിന് കുറച്ച് ആൾക്കാരെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് 14 ലക്ഷം രൂപ കൊടുക്കുന്ന മഹാമനസ്കയായ ആശാൻ. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ സാറേ? ഇത് പറയുന്നതിനൊക്കെ ഒരു വ്യവസ്ഥ വേണ്ടേ? അപ്പം നിങ്ങളത് കൊടുക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇവരൊഴിവാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ഇനി അടുത്ത സീൻ, അവിടെയും നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകും. അവിടെ നമ്മളുടെ കേന്ദ്ര കഥാപാത്രം മാപ്പപേക്ഷിക്കുകയാണ്. നിങ്ങളന്ന് ബുദ്ധിമുട്ടിച്ചതിൽ എന്നോട് ക്ഷമിക്കണം, ഈ വീഡിയോയിലൂടെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്ത് പ്രഹസനാണത് ചെയ്യും? തന്നെ കൊണ്ട് പറയിപ്പിക്കല് നിങ്ങൾ. ഇൻ്റർവ്യൂ വന്നവർക്ക് 100 രൂപ വെച്ച് കൊടുക്കാൻ നിങ്ങൾ അഴകരാനുള്ള മമ്മൂട്ടിയ 100 രൂപയ്ക്ക് 100 രൂപ വെച്ച് കൊടുക്കാനായിട്ട്? സാധാരണ നമ്മളെന്താ ചെയ്യുന്നത്, ഇങ്ങനെ അധികം ആൾക്കാർ വരുമ്പോഴേക്കും നിങ്ങൾക്ക് വേണ്ടത് സെയിൽസ് സ്കിൽസ് വേണ്ട ആൾക്കാരാണ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസായ സ്മാർട്ടായ ആൾക്കാരാണ്. അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുക. ഒരു 50 പേരൊക്കെ വിളിച്ച് ഒരു ടീമായിട്ട് വിളിച്ചിരുത്തിയിട്ട് അവരോട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുക. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു 2-3 ലൈൻസ് സംസാരിക്കാൻ പറയുക. അവർ പറയുന്നത് കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടി ചോദിക്കും. അവരടുത്ത റൗണ്ടിലേക്ക് വിടും. ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇമ്മാതിരി ഒരു റൗണ്ട് അമ്മോ, ഇത് കണ്ടുപിടിച്ചാണ് സമ്മതിക്കണം. അടുത്തത് വേറൊരു കോൾ റെക്കോർഡിംഗ് ആണേ. അതായത് ഇവിടെ നിന്ന് പോകുന്നവർ എത്രക്കാരാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഞങ്ങളുടെ കമ്പനിയിൽ നിൽക്കുന്നവരൊക്കെ നല്ലവരാണ്, വിട്ടുപോകുന്നവരൊക്കെ എത്രക്കാരാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു കോൾ റെക്കോർഡിങ്ങാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആര്? എംപ്ലോയർ വിട്ടുപോയ എംപ്ലോയിയുടെ പാരൻറ്റിനെ വിളിക്കുന്നു. എംപ്ലോയർ എന്തിനാ പാരൻസിനെ വിളിക്കുന്നത്? ഇതെന്താ സ്കൂളാ? അല്ല, സ്കൂളാന്ന് എനിക്ക് തോന്നും കേട്ടോ. വേറൊരു കോമഡി ഉണ്ട്. ഇവിടുത്തെ ഇൻ്റർവ്യൂവിന് വരുമ്പോഴേക്കേ 15 ദിവസം ട്രെയിനിങ് ഉണ്ട്. ഈ ട്രെയിനിങ് പീരീഡിൽ ഇവർ 10,000 രൂപ കൊടുക്കും. അത് കഴിഞ്ഞ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെർമനൻറ്റ് സ്റ്റാഫ് ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ക്രീനിങ് ഉണ്ട്. ആ സ്ക്രീനിങ്ങിന് വരുമ്പോൾ പാരൻസിനെ വിളിച്ചുകൊണ്ട് വരണം. ഇതെന്താ LKG UKG അഡ്മിഷനാ? അറിയാമലായിട്ട് വയ്ക്കുകയാണ്. ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂവിന്, ജോബ് ഇൻ്റർവ്യൂവിന് വേണ്ടി പാരൻസിനെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ടാണ് കേൾക്കണത്. ഇവർ ഈ പാരൻസ് എന്താ വിളിക്കുന്നത്? ഇമോഷണൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുക. കോളൊക്കെ അങ്ങനെയാണ് കേട്ടോ. കോളൊക്കെ വിളിച്ചിട്ട് AC-യിൽ ഇരുന്നാണ് അവൾ വർക്ക് ചെയ്യണത്, 40,000-50,000 സാലറി കൊടുക്കുന്നുണ്ട്, സമൃദ്ധമായ സദ്യ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അവൾക്ക് അഹങ്കാരം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു എംപ്ലോയറെ ഒരു പാരൻറ്റിനോട് പറയുന്ന രീതിയാണ് കേൾക്കുന്നത്. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ അതിനകത്ത്, ഇങ്ങനെയൊക്കെയാണോ ഒരു എംപ്ലോയർ സംസാരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കും അവർക്ക് തന്നെ സംശയം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇങ്ങനെയാണോ സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ. എന്നിട്ട് ഈ കോൾ റെക്കോർഡ് ചെയ്ത ആൾക്കാരെ കേൾപ്പിക്കുക. എന്തിനാണ് ഒരു എംപ്ലോയർ പാരൻ്റായിട്ട് സംസാരിക്കുന്ന വളരെ ഇമോഷണലായ ഒരു കോള് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. വൈ ആർ യു റെക്കോർഡിങ് ദിസ് കോൾ? ഇത്ര പേഴ്സണലായ കോൾസ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചത് വീണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ? നിങ്ങൾ വേറെ അവസ്ഥ കൂടി പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ പൂട്ടിക്കെട്ടാൻ പോയതാണ്, അപ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്നതിൻ്റെ തെളിവ് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. ഒരു എംപ്ലോയി
തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുമ്പോൾ വളരെ ഇമോഷണലായിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഈ മാനസികാവസ്ഥ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവർ പറയുന്ന ആരോപണത്തിൽ എന്താണൊരു തെറ്റുള്ളത്? ഇനി ഇവരുടെ എംപ്ലോയീസിനെ കുറിച്ചുള്ള ഇവരുടെ മനോഭാവം മനസ്സിലാക്കുന്ന 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വരുന്നവരൊക്കെ തല്ലിയിട്ടും കൊന്നിട്ടും വരുന്നവനാണോ? തൻ്റെ സ്ഥാപനത്തിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്നവരെക്കുറിച്ച് ഈ എംപ്ലോയർക്കുള്ള മനോഭാവമാണ് ഈ പറയുന്നത്. ഇനി ഇവരുടെ ജോലിക്കാരെക്കുറിച്ച് ഇവർ സമ്മറൈസ് ചെയ്യുന്നൊരു വാക്കുണ്ട് കേട്ടോ. പല സ്ഥലത്തും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ വിളിച്ച കോളിലും ഇവരുപയോഗിക്കുന്ന വാക്കാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർ. അവർ ടാഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തൻ്റെ എംപ്ലോയീസ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർ. അത് തന്നെയാണ് നിങ്ങൾക്ക് അവരുള്ള മനോഭാവം. എന്ത് ചെയ്താലും ഇവരൊന്നും പ്രതികരിക്കില്ല. പ്രതികരിക്കുന്നവരൊക്കെ നിങ്ങളിതേമാരെ ട്രീറ്റ് ചെയ്യും. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കുറേ പേരൊന്നും പറയാത്തതേ അവർക്ക് വേറൊരു ഓപ്ഷനില്ല, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല. അതുകൊണ്ട് അവരിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കും. തല്ലാൻ വരുന്ന അപ്പനുള്ള ആൾക്കാർ, പെറ്റമ്മയെ തള്ളി പറയുന്ന ആൾക്കാർ, ഇതൊക്കെ വീഡിയോയിലൂടെ ഇവർ പറയുന്നതാണ് കേട്ടോ, ഞാൻ പറഞ്ഞൊന്നുമല്ല. ഈ വീഡിയോയിൽ ഈ എംപ്ലോയർ പറയുന്ന വാക്കാണ് ഇതൊക്കെ, എംപ്ലോയീസിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ. എന്താ പറയുക? ഇനി അടുത്ത് പറയുന്നത് ഇവർ ഇൻ്റർവ്യൂവിന് വരുന്ന ആൾക്കാരോട് ഇവർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ ഇവർ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. 15,000 രൂപ അതിന് മുകളിൽ സാലറി കൊടുക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിലുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് അവർക്ക് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് ആ ജോലിക്ക് വന്ന ആൾക്കാരെ കുറിച്ചാണ്. അവർ ഭയങ്കര ഡെസ്പറേറ്റ് ആളുകളായിരിക്കണം. കാരണം നമുക്കറിയാം കേരളത്തിൽ അതിനേക്കാളൊക്കെ ശമ്പളം കിട്ടുന്നതുണ്ട്, അതിൽ കുറവുള്ളതുണ്ട് കേട്ടോ. ശമ്പളം കിട്ടുന്നുണ്ട്. അവർക്ക് ഒരുപക്ഷെ അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല, അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല, എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ വളരെ ഡെസ്പെറേറ്റായ ഒരു ഓഡിയൻസ് ആണെന്ന് ഇവരുടെ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉറപ്പാണ്. ഇതുവരെ അവരുടെ ഇൻ്റർവ്യൂവിന് വന്ന ആളുകളിൽ ആർക്കും 15,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചും കേരളത്തിലൊരു സ്ഥാപനത്തെക്കുറിച്ചും അവർക്ക് അറിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓഡിയൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇൻസെൻറ്റീവ് ബേസ്ഡ് ആണ് കേട്ടോ. ഈ 40,000 50,000 എന്ന് പറയുമ്പോൾ ഒരു സാലറി അല്ല കേട്ടോ. അത് അവർ തന്നെ പറയുന്നുണ്ട്. ഇൻസെൻറ്റീവ് ബേസ്ഡ് ആണ് നമ്മൾ പറയുന്നുണ്ട്, കമ്മീഷൻ ബേസ്ഡ് ആണെന്ന് പറയുന്നുണ്ടെന്ന് അവർ പറയുന്നത് ബാക്കിയുള്ള സെയിൽസൊക്കെ ആൾക്കാരൊക്കെ പുറത്ത് വെയിലും കൊണ്ട് ഓടി നടന്ന് അല്ലെങ്കിൽ അങ്ങോട്ട് കോൾ വിളിച്ച് ഒരു പ്രൊഡക്റ്റ് എടുക്കേട്ടാ പ്ലീസ് ചേട്ടാ പ്ലീസ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിൽക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇവരുടെ അടുത്ത് ഭയങ്കര സുഖമാണ്. AC റൂമിൻ്റെ അകത്തിരുന്നിട്ട് ഇവർ അഡ്വർട്ടൈസ് ചെയ്തിരിക്കുന്നതിലൂടെ വരുന്ന കോൾസ്, ഇങ്ങോട്ട് വരുന്ന കോൾസ് കൺവേർട്ട് ചെയ്യണം. ഒരു കോളിൽ തന്നെ 39-40 പ്രൊഡക്റ്റൊക്കെ സെയിൽസാവും. അങ്ങനെ ഒരു ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്ന പറയുന്നത്. അച്ചു, ഇൻബൗണ്ട് സെയിൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതോ അത് കണ്ടുപിടിച്ചത് ഒലിവിയ ഡിസൈൻസ് ആണോ? നമ്മളൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇൻബൗണ്ട് കോൾസ് വരുന്നതെന്നും അതിലെത്ര കോൾ കൺവേർട്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾ നിങ്ങളുടെ കൺവേർഷൻ റേറ്റ് എന്ന് പറയും. നിങ്ങൾ പറഞ്ഞല്ലോ ഒറ്റ കോളിൽ 39 പ്രൊഡക്റ്റൊക്കെ സെയിൽസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ലെവലിൽ എത്തിയിട്ടുണ്ടാകും? ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾസ് വരുന്നു, ഒറ്റ കോളിൽ 39 സെയിൽസ് നടക്കുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആരാണ് നിങ്ങളുടെ ഇന്ന് വിട്ടുപോകാൻ സാധ്യതകൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ? ഇതറിയാത്ത ആൾക്കാരോട് പോയി പറ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എത്ര കോൾ കൺവേർട്ടാകും, ഏതൊക്കെ കോൾസാണ് ജെനുവിൻ കോൾസ്, ഏതൊക്കെയാണ് നമ്മൾക്ക് ശരിക്കും പറയാവുന്നൊരു ലീഡെന്ന് പറയാവുന്നൊരു സംഭവം. ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അവർ പണിയെടുത്ത് സെല്ല് ചെയ്തതിൻ്റെ പൈസയല്ലേ നിങ്ങളിത് വാങ്ങിക്കുന്നത്. നിങ്ങൾ തന്നെയല്ലേ ഇൻസെൻറ്റീവ് ബേസ് ആണ്, കമ്മീഷൻ ബേസ് ആണെന്ന് പറയുന്നത്. ഇൻബൗണ്ട് സെയിൽസ് ആണെങ്കിൽ പോലും അവരവരുടെ എഫേർട്ട് ഉപയോഗിച്ച് സെയിൽസ് നടത്തുന്ന, സെല്ല് ചെയ്യുന്ന പ്രൊഡക്ട്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നുള്ള കമ്മീഷനാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. അല്ലാതെ ദാനധർമ്മമൊന്നുമല്ല. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ എന്നാൽ എൻ്റെ കമ്പനിയിലേക്ക് വാ, പണിയൊന്നും എടുക്കണ്ട, ഇന്നാ 40,000 രൂപ പിടി, ഇന്നാ 50,000 രൂപ പിടി എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുമെന്നല്ലല്ലോ. അവർ പണിയെടുത്തിട്ട് അവർ കാശ് മേടിക്കുന്നേ.
നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ 14,50,000 രൂപ ചുമ്മാ വലിച്ചെറിയാനുള്ള വരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരൊറ്റ കോളിൽ 39-40 ഐറ്റമൊക്കെ സോൾഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഇൻസെൻറ്റീവ്സ് അവർക്ക് കിട്ടുന്നുണ്ട്. അത്രയല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ കോളിലൊക്കെ നിങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ നിങ്ങളുടെ ഭാഷ ഉപയോഗിച്ച ഒരു ഗതിയും പരഗതിയില്ലാത്തവരെയൊക്കെ ഞാൻ സമുദ്ധരിച്ച് അങ്ങോട്ട് മേലിലേക്ക് ഇടുമെന്ന് പറയുന്നത്. അവർ പണിയെടുത്തിട്ട് കാശുണ്ടാക്കണേ. ഇനി അടുത്തത്, ഇൻ്റർവ്യൂവിന് വരുന്നവർക്ക് 100 വെച്ച് കൊടുക്കുന്ന ഞങ്ങളുടെ കോമഡിക്കേഷൻ ഞങ്ങൾ അടുത്തതായിട്ട് അവതരിപ്പിക്കുന്ന നാടകമാണ് പാർട്ട് ടൈം ജോബ് കമ്പാരിസൺ. അതായത് വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന ആളുകൾ അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. അവർ പെട്രോൾ പമ്പിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്, റെസ്റ്റോറൻറ്റ്സിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, ക്ലീനിങ്ങിന് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ അവർക്ക് കിട്ടുന്ന, അങ്ങനെ അവർക്ക് അവറിൽ റേറ്റ് അവർ സമ്പാദിക്കുന്ന തുക കൊണ്ടാണ് അവരവിടെ ജീവിക്കുന്നത്. ചില ആൾക്കാർക്ക് ജോലി കിട്ടാറില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാട്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കണം. ഇതിനെ അവർ കമ്പയർ ചെയ്യുകയാണ് എന്ത്, ഇവർ കൊടുക്കുന്ന ഫുൾ ടൈം ഇൻസെൻറ്റീവ് ജോബായിട്ട്. നിങ്ങൾ പൊട്ടനാണോ അല്ലെങ്കിൽ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റിനെ ഒരു പാർട്ട് ടൈം എംപ്ലോയ്മെൻറ്റായിട്ട് കമ്പയർ ചെയ്യുന്നത്? ആരാണ് നിങ്ങൾക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഈ ഐഡിയ പറഞ്ഞു തരുന്ന ആളെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഇമ്മാതിരിയൊക്കെ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇതല്ല ഇതിനപ്പുറം കംപ്ലയിൻറ്റ്സ് നിങ്ങളുടെ എംപ്ലോയിയിൽ നിന്നുണ്ടാവും. അടുത്തതിൽ ഇവർ പറയുന്നത്, ഇവരെക്കുറിച്ചുള്ള ആരോപണം എന്ന് പറയുന്നത് ഇവരുടെ എംപ്ലോയീസിനുള്ള ഇവരുടെ ബിഹേവിയർ, വഴക്ക് പറയുന്നത്, ചീത്ത പറയുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ആരോപണമാണ്. അതിൽ അവർ ആദ്യം പറയുന്നത് സാലറി കൊടുക്കുന്ന കാര്യമില്ല, അപ്പോൾ നമുക്ക് വഴക്ക് പറഞ്ഞൂടെ? അല്ലെങ്കിൽ നമ്മൾ തൊഴുതു നിന്നിട്ട് മോളെ കുഴപ്പമില്ലാട്ടോ എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റും. ബിസിനസ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ശരിയാണ്, ഒരു എംപ്ലോയി പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്ക് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ടി വരും. നിങ്ങൾ അടുത്ത് പറയുന്നൊരു വാക്കാണ് രസം. അപ്പം എൻ്റെ ടോണൊന്നും മാറിയെന്നിരിക്കും. എന്താണ് നിങ്ങളുടെ ടോൺ? നിങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കുന്ന ഈ വീഡിയോയിലെ ടോണാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജോലിക്ക് വന്നവരെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയാണ്. ഇവരൊക്കെ ആരെങ്കിലും വെട്ടിയിട്ടും കൊന്നിട്ടും വന്നാണെന്ന് എനിക്കറിയാൻ പാടില്ല. ജോലിക്ക് നിൽക്കുന്ന നിങ്ങളുടെ എംപ്ലോയീസിനെ കുറിച്ച് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർ. ഇതാണ് നിങ്ങളുടെ ടോൺ. ഈ ടോൺ നിങ്ങൾ വഴക്കുറയുമ്പോൾ എങ്ങനെയായിരിക്കും ഉപയോഗിക്കുന്നത്? മോനെ. ഇനി അടുത്തത്, അത് കൊള്ളാം കേട്ടോ. നമുക്ക് വഴക്ക് പറയാം. ആരെ? ഒരു ഹൗസ് വൈഫാണെങ്കിൽ നിങ്ങൾക്ക് വേണേൽ തെറി പറയാം. ഞാൻ പക്ഷേ ഒരു ഓണ്ടർപ്രണർ അല്ലേ, എന്നെ തെറി പറയാൻ പാടില്ല. അന്തപ്പോൾ ഹൗസ് വൈഫിന് ആർക്കും തെറി പറയാൻ നിങ്ങൾ പറയുന്നത്? ഇതും നിങ്ങളുടെ ടോണായിരിക്കുമല്ലേ? ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒലിവിയ ഡിസൈൻസ് ഓണേഴ്സിൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. ഇനി ഞങ്ങളുടെ ടോൺ അങ്ങോട്ട് മാറുകയാണ് കേട്ടോ. വേറെ ലെവൽ ഭീഷണിയാണ്. ഈ ടോൺ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: ഇനിയിപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഇത്തരം പ്രശ്നമൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് ഇത്രയും പേർക്ക് ജോലി കൊടുത്തിട്ട് ഇവർക്ക് ഇത്രയും പൈസയൊക്കെ കൊടുത്തതാണ്, അല്ലാതെ പണിയെടുപ്പിച്ചിട്ടൊന്നുമല്ല, വെറുതെ അങ്ങോട്ട് 40,000-50,000 കൊടുത്താണ്. പക്ഷേ അതെനിക്ക് അബദ്ധമാണെന്ന് മനസ്സിലായി. ഇനി കേരളത്തിലൊരു വ്യവസായം ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ഇപ്പോഴുള്ള പെമ്പിള്ളേരൊക്കെ പിരിച്ചു വിട്ടിട്ട് ഓൺലൈനാക്കാൻ പോവുകയാണെന്ന്. നിങ്ങളിപ്പോൾ പിന്നെ എന്താ ചെയ്യണേ? ഓൺലൈനല്ലേ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ പറയുന്നു, നിങ്ങൾ അഡ്വർടൈസ് ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻബൗണ്ട് കോൾസ് വരുന്നു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊക്കെ അഡ്വർടൈസ് കിട്ടുന്നത് ഓൺലൈൻ ബിസിനസ്സാണ് സാർ. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ശരി, നിങ്ങൾ പിരിച്ചുവിട്ട് നിങ്ങൾ ഓൺലൈൻ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞത്, നിങ്ങൾ വെബ്സൈറ്റ് തുടങ്ങും, എന്നിട്ട് നല്ല ചുണയുള്ള ആണുങ്ങളെ വെക്കും. ടോൺ നോട്ട് ദ പോയിന്റ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളറിയാതെ പുറത്തു വരുന്നുണ്ട്. ശരി, ഓൺലൈൻ ബിസിനസ് ആയിക്കോട്ടെ. അപ്പോൾ ഈ വരുന്ന കുട്ടികളൊക്കെ ഞാൻ പിരിച്ചിടും. ഹൈ, നിങ്ങളല്ലേ പറയാം, നിങ്ങളെ കൂടെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, അവർ നിങ്ങളെ വിടാതെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അത്ര നല്ല സ്ട്രോങ് എംപ്ലോയീസും നിങ്ങൾ തന്നെ പറയും, നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട്, ബിസിനസ് ഡേ ബൈ ഡേ ഗ്രോ ചെയ്യാണ്, ഒരു മാർക്കറ്റിങ്ങും ഇല്ല, ഒരു പ്രൊമോഷൻ ഇല്ല, ഞാനങ്ങോട്ട് പടർന്ന് പന്തലിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളിത് പിരിച്ചുവിടുന്നത്? എന്തിനാ പിരിച്ചുവിടുന്നത് തന്നെ? അപ്പോൾ പേടിയുണ്ട് ഇത് മുന്നോട്ട് പോയാൽ പണി കിട്ടുമെന്ന്, അല്ലേ? നൈസായിട്ട് ഓൺലൈനാക്കാൻ നിങ്ങളിത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പിരിച്ചുവിട്ടാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഓണത്തിന് എന്താ പിരിച്ചുവിടാൻ പോയത്? അന്നേരം ഒരു സൈബർ അറ്റാക്കൊന്നും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ഈ സൈബർ അറ്റാക്ക് വന്ന് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ പിരിച്ചുവിടാന്നല്ല ഇപ്പോൾ പറഞ്ഞത്. ഈ ഓണത്തിന് നിങ്ങൾ തന്നെ പിരിച്ചുവിടാൻ പോയത്? അതിനെക്കുറിച്ചൊന്നും ആശാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് പണി കിട്ടുമെന്നായി, അപ്പം നൈസായിട്ട് ഓൺലൈനാക്കായി.
കഴിഞ്ഞ ദിവസം വന്ന് നിങ്ങൾ ബിസിനസ് പൂട്ടാൻ പോകണമെന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞാണ് ബിസിനസ് പൂട്ടാൻ പോകുന്ന വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാർ പറഞ്ഞത്. ഇത്ര നന്നായിട്ട് പോകുന്നെങ്കിൽ നിങ്ങൾ എന്തിനാ പൂട്ടുന്നത്? അങ്ങനെ നടത്തിക്കൊണ്ട് പോയാൽ പോരെ. ഇനി അടുത്ത ഒരു ചോദ്യം കേട്ടോ. ഈ പിരിച്ചുവിടവാളൊക്കെ തങ്കച്ചി പാസം, അതായത് പെങ്ങളോട് സ്നേഹമുള്ള യൂട്യൂബ് ആങ്ങളമാർ അവർക്ക് ജോലി കൊടുക്കട്ടെ. ഇതിന് നമ്മൾ പറയുന്നത് സാധാരണ സിനിമാ മേഖലയിലുള്ള കരച്ചിലെന്നാണ് പറയുന്നത്. ഒരു സിനിമ മോശമാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ ഒരു സിനിമ എടുത്ത് കാണിക്കടാ എന്നിട്ട് വിമർശിക്കുന്നു പറയുന്നത് പോലെയാണ് ഇപ്പം നിങ്ങളീ പറഞ്ഞത്. അവർക്കൊരു ജോലി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലുള്ള ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഗാന്ധിജി അതിനെതിരെ സമരം ചെയ്യുകയാണല്ലോ. അപ്പോൾ ഒരു ദിവസം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വൈസ്രോയി വന്നിട്ട് പറയുകയാണ്, ആദ്യം നീ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കമ്പനി ഉണ്ടാക്കുക, എന്നിട്ട് നീ സമരം ചെയ്യാൻ വന്ന് ഗാന്ധിജിയോട് പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും? ഇതേപോലെയാണ് പറയുന്നത്. ഇവരുടെ എംപ്ലോയീസിന് പ്രശ്നമുണ്ടെങ്കിൽ അതിനെ വിമർശിക്കുകയാണെങ്കിൽ നമ്മൾ കമ്പനി ഉണ്ടാക്കിയിട്ട് അവർക്ക് ജോലി കൊടുക്കണമെന്ന്. നല്ല ബെസ്റ്റ് ലോജിക്കണ്ട. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ, ഇവർ ഏറ്റവും അവസാനം പറഞ്ഞ ഒരു പോയിൻ്റ്, എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഒരു പോയിൻ്റ്, അതെനിക്ക് വളരെ വാലിഡായിട്ട് തോന്നി, വളരെ കറക്റ്റാണ്. ഞങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ്സ് ദ ഓൺലി വാലിഡ് പോയിൻ്റ് യു സെഡ് ഇൻ ദിസ് എൻറ്റയർ ഓൾമോസ്റ്റ് 1.5 hours ഓഫ് വീഡിയോ. ഒരൊറ്റ വാലിഡ് പോയിൻ്റേ ഉള്ളൂ. അത് മാത്രം നിങ്ങൾ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ തന്നെ പറഞ്ഞ ഈ പൊടി പിടിച്ച് കിടന്ന യൂട്യൂബ് ചാനലുള്ള കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ, അയ്യോ ഞങ്ങളെ ബിസിനസ് തകർക്കാൻ ഫോക്കസ് വരുന്നേ, ഞങ്ങളെ ബിസിനസ് തകരാൻ പോകുന്നേ, ഞങ്ങളെ കസ്റ്റമേഴ്സൊക്കെ പോവേ, ഞാനിതിപ്പോൾ എല്ലാവരും പിരിച്ചു വിടുവേ, ഞാൻ ഓൺലൈനാക്കാൻ പോവാണേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നതിന് പകരം വെരി സ്ട്രെയിറ്റ് ആൻഡ് സിമ്പിൾ, വിൽ ടേക്ക് എ ലീഗൽ ആക്ഷൻ അഗൈൻസ്റ്റ് ദിസ് ലേഡി. ഇവരൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി തെറ്റാണ്, ഞങ്ങളത് ലീഗലി പ്രൂവ് ചെയ്തോളാം എന്ന് മാത്രം പറയുന്നതിന് പകരം നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ കോൾ റെക്കോർഡിങ്സ്, ഒരു പൊട്ടത്തരങ്ങൾ, ഇൻ്റർവ്യൂ നടത്തിയ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞ് പൊട്ടത്തരമൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ ഈ രീതിയിലാണ് ലീഗലായിട്ട് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾ 8 നിലയെ പൊട്ടും. അന്നേരം ചിലപ്പോൾ ഓൺലൈനും ഉണ്ടാവില്ല, ഓഫ്ലൈനും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞ ഒരേ ഒരു വാലിഡ് പോയിൻ്റ്, നിങ്ങൾക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാം. നിങ്ങൾക്ക് കോടതിയിൽ നിങ്ങളുടെ ഭാഗം കൃത്യമായി പ്രൂവ് ചെയ്യാം. അതിന് സാധിക്കില്ല എങ്കിൽ ദയവേത് ഈ കരച്ചിലെങ്കിലും ഒന്നൊഴിവാക്കണം എന്നെനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്, ഞാൻ ഇതുപോലുള്ള എംപ്ലോയീസുള്ള കുറേ വീഡിയോസും കോൾ റെക്കോർഡിങ്സൊക്കെ എൻ്റെ അടുത്തുണ്ട്, ഞാൻ അതുമായിട്ട് ഇനിയുള്ള വീഡിയോസിലൊക്കെ വരാമെന്ന് പറയുന്നുണ്ട്. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഉളുപ്പുണ്ടെങ്കിൽ ഇതുപോലുള്ള പൊട്ടത്തരങ്ങളുള്ള വീഡിയോ ആയിട്ട് ഇനിയും ഈ വഴി വരരുത്. അപ്പോൾ ശരി, ബൈ ബൈ മൈ ഡിയർ ഓഡിയൻസ്. ഇതുപോലുള്ള റിയാക്ഷൻസ് വീഡിയോ വല്ലപ്പോഴും ചെയ്യണമെങ്കിൽ നമുക്ക് വല്ലപ്പോഴും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.